In John chapter 15 verse 11 he says, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവ് പറയുന്നു, I have told you this that my joy will be in you and your joy will be complete. എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. He's given us his peace, his joy. നമ്മുടെ കർത്താവിന്റെ സന്തോഷവും സമാധാനവുമാണ് നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നത്. In these two verses, one he speaks about peace, other he speaks about joy. ഈ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലും 16-ാം അധ്യായത്തിലും ഒന്ന് സമാധാനത്തെക്കുറിച്ചും മറ്റൊന്ന് കർത്താവിലുള്ള ആനന്ദത്തെക്കുറിച്ചുമാണ് നമ്മളെ ഓർപ്പിക്കുന്നത്. There is something common in these two verses. ഈ രണ്ട് വാക്യങ്ങളിൽ പൊതുവായി ഒരു ഘടകമുണ്ട്. What is common? എന്താണ് ഇതിൽ പൊതുവായി 15-ലും 16-ാം അധ്യായത്തിലുമുള്ള പൊതുവായ ഘടകം? I have told you these things so that. ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു അതുകൊണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് അന്തർലീനമായിരിക്കുന്ന പൊതുവായ ഘടകം. I have told you this so that. ഇതിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്നുള്ള വലിയ സത്യം. In other words, if you simply obey what he says, will preserve the peace and joy. അതുകൊണ്ട് നമ്മുടെ കർത്താവിനെ നാം അനുസരിക്കുന്നതിലൂടെ നമുക്ക് ഈ സമാധാനം നമുക്ക് കാത്തു സൂക്ഷിക്കുവാൻ കഴിയും. Now, if you love God, നാം ദൈവത്തെ സ്നേഹിക്കുമ്പോൾ we'll obey him. നാം ദൈവത്തെ അനുസരിക്കും. Now, in John 14:23, Jesus says, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവ് പറയുന്നു, if anyone loves me, he will obey my teaching. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. So if we say we love him, നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ we will obey him. തീർച്ചയായും നാം അവനെ അനുസരിക്കുന്നവരായും തീരും. In 1 John 4:19, John writes, 1 യോഹന്നാൻ അതിന്റെ 4-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ ഇങ്ങനെ എഴുതുന്നു, we love because he first loved us. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു. Understand his love for us, we will love him in return. അതുകൊണ്ട് ഈ ദൈവത്തിന്റെ സ്നേഹം നാം മനസ്സിലാക്കുന്നതിലൂടെ തിരിച്ചറിയുന്നതിലൂടെ അതിന് പകരമായി ഈ കർത്താവിനെ നാം തിരികെയും സ്നേഹിക്കുക. And loving him means obeying him. അതുകൊണ്ട് നമ്മുടെ കർത്താവിനെ നാം സ്നേഹിക്കുന്നു എന്നത് പറയുമ്പോൾ തന്നെ അതിൽ അന്തർലീനമായിരിക്കുന്ന മറ്റൊരു വസ്തുതയാണ് അവനിലുള്ള അനുസരണവും എന്ന് പറയും. To obey him consistently, we need strength. നമുക്ക് നമ്മുടെ കർത്താവിനെ വളരെ സ്ഥിരതയോടെ അനുസരിക്കണമെങ്കിൽ തീർച്ചയായും നമുക്ക് ഒരു വലിയ ശക്തി ആവശ്യമാണ്. Spiritual strength we need. ആത്മീയമായിട്ടുള്ള ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ സ്ഥിരതയോടെ നമ്മുടെ ദൈവത്തെ അനുസരിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. Even that is part of God's kingdom. അതും ദൈവരാജ്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ്. 1 Corinthians 4:20 says, 1 കൊരിന്ത്യർ 4-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു, the kingdom of God is not a matter of talk but of power. ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലത്രേ എന്നാണ് നാം 1 കൊരിന്ത്യർ 4-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. We don't just talk about kingdom of God, we manifest kingdom of God by receiving power from him. അതുകൊണ്ട് ദൈവരാജ്യത്തെക്കുറിച്ച് നാം സംസാരിക്കുക മാത്രമായി തീരാതെ കർത്താവിലൂടെ വെളിപ്പെട്ട ദൈവരാജ്യം പ്രാപിക്കുകയും അതിന്റെ ശക്തിയിൽ നാം അനുഭവവേദ്യമായി തീരുകയും ചെയ്യുക. Today I'm going to speak about strength. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ ദൈവരാജ്യത്തിന്റെ ശക്തിയെക്കുറിച്ചാണ്, ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചാണ്. All of us can receive strength from God. ദൈവത്തിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും ഈ വലിയ ശക്തി, ദൈവികമായ ശക്തി നമുക്ക് പ്രാപിപ്പാൻ സാധിക്കും. We may be weak in ourselves, we can be strong in the Lord. പക്ഷേ ഒരുപക്ഷെ നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ഈ ദൈവത്തിൽ നിന്ന് ഈ വലിയ അദൃശ്യമായ ദൈവിക ശക്തി നമുക്ക് അനുഭവിപ്പാൻ കഴിയും. The Apostle Paul wrote to the church in Ephesus, എഫേസിലെ സഭയ്ക്ക് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഴുതുമ്പോൾ in chapter 6 verse 10, എഫേസ് ലേഖനം അതിന്റെ 6-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ, be strong in the Lord and his mighty power. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിനെന്ന് പൗലോസ് ഓർമ്മിപ്പിക്കുന്നു. Now first of all, let's go to the genesis of why we are weak. എന്തുകൊണ്ടാണ് നാം ഇന്ന് ബലഹീനരായി തീർന്നിരിക്കുന്നത്, അപ്രകാരം എങ്ങനെ തീർന്നു എന്നുള്ളത് നാം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അത് ആദ്യം നമുക്ക് അന്വേഷിക്കാം. In Psalm 31 verse 10, the psalmist says, my strength fails me because of my guilt. 31-ാം സങ്കീർത്തനം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, my strength fails me because of my guilt. എന്റെ ആയുസ് ദുഃഖം കൊണ്ടും എന്റെ സംവത്സരങ്ങൾ നെടുവീർപ്പ് കൊണ്ടും കഴിഞ്ഞു പോയിരിക്കുന്നു. എന്റെ അകൃത്യ നിമിത്തം എന്റെ ബലം ക്ഷീണിച്ചും എന്റെ അസ്ഥികൾ ക്ഷയിച്ചും ഇരിക്കുന്നു. When the first man sinned against God, ദൈവത്തിന് എതിരായി ദൈവത്തിന്റെ സന്നിധിയിൽ ആദ്യ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ the entire human personality got corrupted. എല്ലാ മനുഷ്യന്റെ സത്തയും തന്നെ അതിലൂടെ അശുദ്ധമായി തീർന്നു, മലിനമായി തീർന്നു. The spirit of man got corrupted, separated from God.
ഈ പാപത്തിലൂടെ ദൈവത്തിൽ നിന്ന് മനുഷ്യർ അകന്നുപോയി, ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് മനുഷ്യന്റെ ആത്മാവ് അകന്നു പോവുകയാണ്. The mind got corrupted. മനുഷ്യന്റെ മനസ്സുകൾ മലിനമായി തീർന്നു, അവിടെ അശുദ്ധമായി തീർന്നു. And the body got corrupted. അതിലൂടെ തന്നെ നമ്മുടെ ശരീരവും മലിനമായി തീർന്നു, അശുദ്ധമായി തീർന്നു. That's why all the problems of the world came into the world. അതിലൂടെയാണ് ഈ ലോകത്തിലേക്ക് എല്ലാ പ്രശ്നങ്ങളും ഈ പാപത്തിലൂടെ നമ്മുടെ ജീവിതത്തിലുണ്ടായ അശുദ്ധിയിലൂടെയാണ് എല്ലാ പ്രശ്നങ്ങളും ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. Because of sin came guilt, because of guilt came weakness. ഈ പാപത്തിലൂടെ നമ്മളെല്ലാവരും കുറ്റം ചെയ്തവരായി തീർന്നു, പാപം ചെയ്തു, അതിലൂടെ ഈ പ്രശ്നങ്ങളും ഈ ലോകത്തിലേക്ക് വന്നു. But Christ came to the world to deliver mankind from sin, from the evil one, and the consequence of sin, including guilt. പൈശാചികനിൽ നിന്നും അവന്റെ വലിയ വിടുതൽ, അവന്റെ വലിയ ആധിപത്യത്തിൽ നിന്നും ഈ മാനവിക ജനതയെ, മനുഷ്യരെ വിടുവിക്കുവാൻ നമ്മുടെ കർത്താവ് ഈ ലോകത്തിലേക്ക് വരികയാണ്. In John 8:32, you will know the truth, truth will set you free. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് യഹൂദന്മാരോട് പറയുന്നുണ്ട്, സത്യം നിങ്ങൾ അറിയും, ഈ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന് നമ്മുടെ കർത്താവ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. That freedom was freedom from sin and from the evil one. പൈശാചികനിൽ നിന്നും പൈശാചികനിലൂടെ നമ്മുടെ ഇടയിലുള്ള പാപത്തിൽ നിന്നുള്ള വലിയ വിമോചനത്തെ കുറിച്ചാണ് നമ്മുടെ കർത്താവ് പറയുന്നത്. They didn't understand what he said. എന്നാൽ കർത്താവ് എന്ത് പറഞ്ഞു എന്ന് അവർ ഒരിക്കലും തിരിച്ചറിഞ്ഞില്ല. They say we are Abraham descendants, have never been slaves of anybody. അവർ ചിന്തിച്ചു, അബ്രഹാമിന്റെ സന്തതികളായ ഞങ്ങൾ ഒരിക്കലും പാപത്തിന്റെ അധീനതയിൽ ആയിത്തീരുകയില്ല എന്ന രീതിയിൽ അവർ ചിന്തിച്ചിരുന്നു. He was talking about slavery to sin, they were talking about slavery to people. കർത്താവ് പാപത്തിന്റെ അടിമത്തത്തെ കുറിച്ച് അവർ സംസാരിച്ച സമയത്ത് അവർ ജനത്തിന്റെ അടിമത്തത്തെ കുറിച്ചാണ് യഹൂദന്മാർ സംസാരിച്ചത്. So after the cross, നമ്മുടെ കർത്താവിന്റെ ക്രൂശ് മരണത്തിന് ശേഷം the Apostle Paul writes in Colossians chapter 1:13-14, അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊലോസ്യർക്ക് ലേഖനം 1-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ 13 and 14, 13ഉം 14 വാക്യങ്ങളിൽ, for he has rescued us from the dominion of darkness and has brought us to the kingdom of the Son he loves, in whom we have redemption, the forgiveness of sins. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 13ഉം 14 വാക്യങ്ങൾ നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. When the Apostle Paul went and preached, നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ തന്റെ മുൻപിലുണ്ട സഭകളോട് പ്രസംഗിച്ചപ്പോൾ he faced two kinds of people. അവൻ രണ്ട് തരത്തിലുള്ള ആളുകളെയാണ് തന്റെ സഭാ ശുശ്രൂഷയിൽ നേരിടേണ്ടി വന്നത്. The Jews and the Gentiles. യഹൂദന്മാരും ജാതികളായ ആളുകൾ. Jews wanted to see miraculous signs and wonders. യഹൂദന്മാരാവട്ടെ അവർ വലിയ അത്ഭുതങ്ങളിലും അടയാളങ്ങളെയും അതിനുവേണ്ടി കാത്തിരുന്നവരായിരുന്നു. And Greeks wanted answers to questions. They were looking for wisdom. അവർ ഇങ്ങനെ വലിയ പരിജ്ഞാനത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരായിരുന്നു. But Paul writes, എന്നാൽ പൗലോസ് അവിടെ എഴുതുന്നുണ്ട് in 1 Corinthians 1:22, 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഇപ്രകാരം എഴുതുന്നു, Jews demand signs and Greeks look for wisdom, but we preach Christ crucified, a stumbling block to Jews, foolishness to Gentiles, but all whom God has called, Christ the power and the wisdom of God. 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിന്റെ 22 മുതലുള്ള വാക്യങ്ങൾ, യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാവട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. Being an apostle, he could have worked miracles and wonders, because signs of an apostle are marks of sign of an apostle are miracles, signs and wonders. വേണമെങ്കിൽ പൗലോസിന് ധാരാളം അടയാളങ്ങൾ അപ്പോസ്തലൻ എന്നുള്ള നിലയിൽ ചെയ്യാമായിരുന്നു. അങ്ങനെ ചെയ്യുന്നവൻ തക്കവണ്ണമുള്ള കഴിവും അപ്പോസ്തലന്മാർക്ക് ഉണ്ടായിരുന്നു. അവർക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ കഴിയുമായിരുന്നു. Having been given God's wisdom, he could answer the questions very easily. ദൈവത്തിന്റെ പരിജ്ഞാനം പ്രാപിക്കുന്നതിലൂടെ ആ ഉത്തരത്തിന് വളരെ വേഗം മറുപടി പറയുവാനും സാധിക്കുമായിരുന്നു. But he didn't do that. He preached Christ crucified. എന്നാൽ ആ ജ്ഞാനത്തിൽ അധിഷ്ഠിതമായി മറുപടി പറയുന്നതിന് പകരം അവൻ കർത്താവ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അത്രേ അവരുടെ ഇടയിൽ പ്രസംഗിക്കുന്നു. Because he knew when they responded to the work of Christ on the cross, they can have the power of God and the wisdom of God. അതുകൊണ്ട് ദൈവത്തിന്റെ കർത്താവിന്റെ ക്രൂശ് മരണത്തിൽ ആശ്രയിക്കുന്നവർക്കാണ് ഈ ദൈവികമായ പരിജ്ഞാനവും ദൈവികമായ ശക്തിയും ലഭിക്കുക. In verse 18 he writes, 1-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഇപ്രകാരം എഴുതുന്നു, For the message of the cross is foolishness to those who are perishing, but to us who are being saved, it is the power of God. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും
രക്ഷിക്കപ്പെടുന്നു, നമുക്ക് ദൈവശക്തിയും ആകുന്നു എന്ന് പൗലോസ് എഴുതുന്നു. The cross is the power of God for us. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നമുക്ക് പ്രാപിക്കുന്ന ശക്തി എന്ന് പറയുന്നത് ഈ കുരിശ് തന്നെയാണ്. Because we have victory over even the evil one in the name of Jesus. നമ്മുടെ കർത്താവിന്റെ യേശുവിന്റെ നാമത്തിൽ ഈ പാപത്തിന്റെ ശക്തികളിൽ മേൽ നമുക്ക് വിജയം വരിക്കുവാനുള്ള കരുത്ത് പകരുന്നത് ഈ ക്രൂശാണ്. There is no guilt for us. അതുകൊണ്ട് അതിൽ നമുക്ക് ശിക്ഷാവിധിയില്ല, പാപമില്ല. There's no guilt. Guilt happens when you have sin and we don't deal with sin. അതുകൊണ്ട് നമ്മുടെ കർത്താവിൽ നാം നമ്മൾ ഈ ലോകത്തിൽ പാർക്കുമ്പോൾ പാപം ചെയ്യുന്നതിലൂടെ നമുക്ക് കുറ്റബോധം നമുക്ക് അതില്ലാതെയാകുന്നു ഈ ക്രൂശിലൂടെ. In the book of Revelation chapter 12 verse 10 we read, വെളിപാട് പുസ്തകം അതിന്റെ 12-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, the accuser of the brethren accused them before God day and night. ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. The word Satan actually means accuser. പിശാച് എന്ന് പറയുന്നതിന്റെ യഥാർത്ഥമായ അർത്ഥം നമ്മുടെ മേൽ കുറ്റം ആരോപിക്കുന്നവനെന്നാണ്. And when we sin against God today, devil accuses us before the Father. നാം ദൈവസന്നിധിയിൽ നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ പാപം ചെയ്യുമ്പോൾ നമ്മളെ കുറിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ പിശാച് കുറ്റം ആരോപിക്കും. ഇന്നയാൾ ഇന്ന കുറ്റം ചെയ്തു, പാപം ചെയ്തു എന്നുള്ള ആരോപണം അവിടെ നിർവഹിക്കപ്പെടും. The next verse, 11th verse says, they overcame him by the blood of the lamb, by the word of the testimony. 12-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. They overcame him by the blood of the lamb, by the word of our testimony. അതുകൊണ്ട് നമ്മുടെ ഈ പാപത്തിന്റെ മേൽ വലിയ വിജയം നമുക്ക് പ്രാപിക്കുക കർത്താവിന്റെ കുഞ്ഞാടിന്റെ രക്തത്താലാണ്. So today we are free, we are set free from sin and from evil one. പൈശാചികരിൽ നിന്നും പാപത്തിൽ നിന്നും നാം ഇന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു നമ്മുടെ കർത്താവിന്റെ ക്രൂശ് മരണത്തിലൂടെ, അതിന്റെ പാപപരിഹാരത്തിന്റെ വലിയ അർപ്പണത്തിലൂടെ. So keep on thanking God for the cross of Jesus Christ. അതുകൊണ്ട് ദിനംതോറും ദൈവസന്നിധിയിൽ നമ്മുടെ കർത്താവിന്റെ ഈ ക്രൂശ് മരണത്തെ ഓർത്ത് ദൈവസന്നിധിയിൽ നന്ദി പറയുന്നവരാവണം. കാരണം നാം ഈ സ്വാതന്ത്ര്യം ഇന്ന് അനുഭവിക്കുന്നു. Every time we partake of the communion, നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ അവനോട് വലിയ കൂട്ടായ്മ ബന്ധത്തിലേക്ക് പ്രവേശിപ്പാൻ കഴിയുന്നു. when we drink the wine and eat the bread, വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നതിലൂടെ കർത്താവിന്റെ വലിയ കൂട്ടായ്മയിലേക്ക് നമുക്ക് പ്രവേശനമുണ്ട്. thank him by sacrifice he has made us his children. നമ്മെ അവന്റെ മക്കളാക്കി തീർത്തത് കൊണ്ട് ദൈവസന്നിധിയിൽ നാം എപ്പോഴും നന്ദി പറയുന്നവരായിരിക്കണം. And today we can experience his power. അതിലൂടെ ദൈവത്തിന്റെ ശക്തി നമുക്ക് ദിനംതോറും അനുഭവിപ്പാൻ കഴിയും. We are no longer under the evil one's control. നാം ഇനി മുതൽ ഈ പിശാചിന്റെ അന്ധകാര ശക്തികളുടെ അടിമത്തത്തിൽ അങ്ങനെയല്ല. 2 Corinthians chapter 4, 6 and 7 we read, 2 കൊരിന്ത്യർ അതിന്റെ 4-ാം അധ്യായം അതിന്റെ 6ഉം 7ഉം വാക്യങ്ങൾ, for God who said let light shine out of darkness made his light shine in our hearts to give us a light of the knowledge of glory of God in the face of Christ. 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിന്റെ 6ഉം 7ഉം വാക്യങ്ങൾ, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവതേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. In 7th verse it says, we have this treasure in jars of clay to show this all surpassing power is from God and not from us. ദൈവത്തിൽ നിന്ന് നാം പ്രാപിക്കുന്ന ഈ വലിയ അത്യന്ത ശക്തി മൺകൂടാരങ്ങളിൽ ആയിരിക്കുന്നു എന്നാണ് നാം ഇവിടെ വായിക്കുന്നത്. Ever since I accepted Christ into my heart 37 years ago, 37 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ എൻ്റെ കർത്താവിനെ എൻ്റെ ഹൃദയത്തിലേക്ക് എൻ്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ I have never forgotten he lives in me. ഞാൻ പിന്നീട് അവൻ എന്നിൽ ജീവിക്കുന്നുവെന്ന് ഞാൻ പിന്നീട് ഒരിക്കലും മറന്നുപോയിട്ടില്ല. Our bodies are temples of the Holy Spirit. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് വസിക്കുന്ന ആലയങ്ങളാണ്. In fact, we become children of God at the point of time we believe in Jesus and receive him into our hearts. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമ്മുടെ കർത്താവിനെ നാം സ്വീകരിക്കുകയും അവനിൽ നാം വിശ്വസിക്കുകയും ചെയ്യുന്ന നിമിഷം മുതൽ നാം ദൈവത്തിന്റെ മക്കളാവുകയും നാം ദൈവത്തിന്റെ ആലയങ്ങളായി തീരുകയും ചെയ്യുന്നു. In John chapter 1 verse 10, 11, 12 we read, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 10ഉം 11ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നു. 10, 11 and 12. 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ, he was in the world and though the world was made through him the world didn't recognize him. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരമുള്ളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. He came to that which was his own, his own did not receive him. He came to that which was his own, 11th verse, his own did not receive him.
അവൻ അവന്റെ സ്വന്തത്തിലേക്ക് വന്നുവെങ്കിലും സ്വന്തമായവർ അവനെ കൈക്കൊള്ളുന്നില്ല, സ്വീകരിക്കുന്നില്ല എന്ന് നാം വായിക്കുന്നു. But to all who received him, who believed in his name, God gave the right to become children of God. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന് നാം വായിക്കുന്നു. When his spirit lives in us, ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുമ്പോൾ it's a guarantee of us going to heaven. അത് തീർച്ചയായും ഉറപ്പ് വരുത്തുന്ന ഒന്നുണ്ട്. ദൈവസന്നിധിയിൽ ദൈവരാജ്യത്തിലേക്ക്, സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശനമുണ്ട് എന്നുള്ള വലിയ ഉറപ്പ്. Christ in us, the hope of glory. ക്രിസ്തുവിൽ നമ്മിലുള്ള ക്രിസ്തു എന്ന് പറയുന്നത് മഹത്വത്തിന്റെ വലിയ ഉറപ്പാണ്, പ്രത്യാശയാണ്. Whenever we pray for something, it's important to know the motivation for our prayer. നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നാം ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. ഇതിന് പിന്നിലുള്ള ഉദ്ദേശം എന്താണ്, നാം പ്രാർത്ഥിക്കുന്നതിന് പിന്നിലുള്ള യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്ന് നാം പരിശോധിക്കണം. In the book of James chapter 4 verse 3 we read, യാക്കോബൻ ലേഖനം 4-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, you ask and do not receive because you ask with wrong motives. നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. So if you ask God for strength now, നാം പലപ്പോഴും ദൈവസന്നിധിയിൽ അവന്റെ അത്യന്ത ശക്തിക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു, യാചിക്കുന്നു. if you listen to God, നാം ദൈവത്തെ ശ്രദ്ധിക്കുന്നു, അവനെ അനുസരിക്കുന്നു. he might ask us, okay, why do you want strength? ആ ദൈവം നമ്മളോട് തിരിച്ചു ചോദിക്കാം, എന്തിനാണ് നിനക്ക് ഞാൻ ഈ ശക്തി തരേണ്ടത്? We must know why we are asking. തീർച്ചയായും നാം അറിഞ്ഞിരിക്കണം, ഞാൻ എന്തുകൊണ്ടാണ് ഈ ശക്തി എനിക്ക് ലഭിക്കണമെന്ന് ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത്. God examines what we are asking, why we are asking. നാം എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തിനു വേണ്ടി യാചിക്കുന്നു എന്നുള്ളതും എന്ത് യാചിക്കുന്നു എന്നുള്ളതും ദൈവം സൂക്ഷ്മമായി പരിശോധിക്കുന്നുണ്ട്. When Solomon asked God for wisdom, he knew why he was asking for wisdom. ശലോമോൻ രാജാവ് ദൈവസന്നിധിയിൽ ജ്ഞാനം പ്രാർത്ഥിച്ചപ്പോൾ, ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന് അറിയാമായിരുന്നു ശലോമോൻ എന്തിനു വേണ്ടിയാണ് ഈ ജ്ഞാനം യാചിക്കുന്നത് എന്ന്. I want wisdom to govern your people. ദൈവത്തിന്റെ ജനത്തെ ഭരിക്കുന്നതിനു വേണ്ടി, അവരുടെ ഇടയിൽ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടിയാണ് ശലോമോൻ രാജാവ് പരിജ്ഞാനത്തിനായി യാചിച്ചത്. And this prayer pleased God. അവന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ പ്രസാദകരമായി തീർന്നു. അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. Similarly, when you ask God for strength, you must know why you're asking. തീർച്ചയായും അതുപോലെ തന്നെ ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ അത്യന്ത ശക്തിക്ക് വേണ്ടി യാചിക്കുമ്പോൾ ഇത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളതും നാം തീർച്ചയായും അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. This spiritual power is not for showing off. നമ്മെ തന്നെ ഈ ലോകത്തിൽ പ്രകടിപ്പിക്കുവാനായിട്ടല്ല ഈ ആത്മീയമായിട്ടുള്ള ശക്തി നാം പ്രാപിക്കേണ്ടത്. Not to flaunt our gifts. നമുക്ക് ലഭിക്കുന്ന കഴിവുകളെ, സാധ്യതകളെ മറ്റുള്ളവരുടെ മുൻപിൽ പ്രദർശിപ്പിക്കാനല്ല, but to obey his teachings. മറിച്ച് അതിന് പ്രത്യേകത ദൈവത്തെ അനുസരിക്കുന്നതിനും ദൈവരാജ്യത്തിന്റെ സാക്ഷികളായി തീരുന്നതിനും അത്രേ. To glorify his name. അവന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം നമ്മുടെ കഴിവുകൾ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. And edify God's people. ദൈവജനത്തെ ശക്തിപ്പെടുത്തുന്നതിനായി, അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി അധ്വാനം ചെയ്യുന്നതിനായി ഈ ശക്തിക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. Whenever he asks God something according to his will, he hears. ദൈവത്തിന്റെ ആഗ്രഹപ്രകാരമാണ് നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതെന്ന്, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ തീർച്ചയായും അവൻ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും. It's his will to strengthen us. അത് നമ്മളെ ശക്തീകരിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ വലിയ ആഗ്രഹമാണ്, ദൈവത്തിന്റെ ഇഷ്ടമാണ്. He knows apart from him we can do nothing. ദൈവത്തെ കൂടാതെ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നുള്ളത് ദൈവത്തിന് അറിയാം. In 2 Chronicles chapter 16 verse 9 we read, 2 ദിനവൃത്താന്തം അതിന്റെ 16 chapter verse 9, 16-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ, the eyes of the Lord range throughout the earth to strengthen those whose hearts are fully committed to him. 2 ദിനവൃത്താന്തം 16-ാം അധ്യായം 9-ാമത്തെ വാക്യം, യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ നീ ഭോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു, ഇനി നിനക്ക് യുദ്ധങ്ങൾ ഉണ്ടാകും. He is searching for people whom he wants to strengthen. തന്നെ ഈ ലോകത്തിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വേണ്ടി ദൈവം അന്വേഷിക്കുന്നവരാണ്. Whom does he strengthen? ആരെയാണ് അവൻ ശക്തീകരിക്കുന്നത്? Those hearts are fully committed to him. ദൈവത്തിന്റെ സന്നിധിയിൽ ഏകാഗ്രതയോടെ ഇരിക്കുന്നവരെയാണ് നമ്മുടെ കർത്താവ് ശക്തീകരിക്കുന്നത്. So through Christ in our hearts we can be strengthened to obey God and not be captive to sin again. നാം ഈ കർത്താവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കുകയും അവനിൽ വിശ്വസിക്കുകയും അവനെ അനുസരിക്കുകയും ചെയ്യുന്നതിലൂടെ നാം പിന്നീട് ഒരിക്കലും പാപത്തിന്റെ അടിമകളായി തീരേണ്ടി വരുന്നില്ല. In 1 John chapter 4 verse 4 we read, 1 യോഹന്നാൻ 1-ാം അധ്യായം 1 John chapter 4 verse 4.
1 യോഹന്നാൻ 4-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, Greater is he who is in you than he who is in the world. കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ, ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. Now, the third aspect of power is the word of God. ശക്തിയുടെ മൂന്നാമത്തെ ഭാവം എന്ന് പറയുന്നത് ദൈവവചനമാണ്. As we live by the word, ഞാനും നിങ്ങളും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുമ്പോൾ, as we hold on to God's promises, ദൈവത്തിന്റെ വലിയ വാഗ്ദത്തങ്ങളിൽ നാം ആശ്രയിക്കുമ്പോൾ, അതിൽ പിടിച്ചിരിക്കുമ്പോൾ, we can face every crisis. നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാകുന്ന ഓരോ പ്രശ്നങ്ങളെയും നമുക്ക് ദൈവത്തോടു കൂടെ നേരിടുവാൻ സാധിക്കും. When David was going away from Saul, ശൗലിൽ നിന്ന് ദാവീദ് ഓടി പോകുവാൻ ശ്രമിക്കുമ്പോൾ, Saul was pursuing David, ശൗൽ ദാവീദിനെ പിന്തുടരുന്നുണ്ട്. and David didn't want to retaliate and take revenge on Saul. ദാവീദിന് ശൗലിനോട് പ്രതികാരം ചെയ്യുവാൻ ആഗ്രഹമില്ല. He was running away from Saul. അവൻ ശൗലിൽ നിന്ന് ഓടിപ്പോവുകയാണ്. He knew he could not lay a hand on God's anointed. ദൈവത്തിന്റെ അഭിഷക്തന്റെ മേൽ കൈവയ്ക്കുവാൻ കഴിയുകയില്ല എന്നുള്ളത് അവൻ അറിയാമായിരുന്നു. Now we read in the book of 1 Samuel, 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു, chapter 23, 23-ാം അധ്യായം verse 15 to 17. 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. We read that when David was going away from Saul, ശൗലിൽ നിന്ന് ദാവീദ് ഓടിപ്പോകുമ്പോൾ, Jonathan, son of Saul, went to David and helped David find strength in God. 1 ശമൂവേൽ 23-ാം അധ്യായം അതിന്റെ 15 മുതലുള്ള വാക്യങ്ങൾ. തന്റെ ജീവനെ തേടി ശൗൽ പുറപ്പെട്ടിരിക്കുന്നു എന്ന് ദാവീദ് കണ്ടു. അന്ന് ദാവീദ് സീഫ് മരുഭൂമിയിൽ ഒരു കാട്ടിലായിരുന്നു. അനന്തരം ശൗലിന്റെ മകനായ യോനാഥാൻ പുറപ്പെട്ട് ആ കാട്ടിൽ ദാവീദിന്റെ അടുക്കൽ ചെന്ന് അവനെ ദൈവത്തിൽ ധൈര്യപ്പെടുത്തി അവനോട്, ഭയപ്പെടേണ്ട, എൻ്റെ അപ്പനായ ശൗലിന് നിന്നെ പിടികിട്ടുകയില്ല, നീ ഇസ്രായേലിന് രാജാവാകും, അന്ന് ഞാൻ നിനക്ക് രണ്ടാമനുമായിരിക്കും, അത് എൻ്റെ അപ്പനായ ശൗലും അറിയുന്നു എന്ന് പറഞ്ഞു. Jonathan told David something, യോനാഥാൻ ദാവീദിനോട് ചില കാര്യങ്ങൾ പറഞ്ഞു, and helped David find strength in God. ദൈവത്തിലുള്ള ശക്തി പ്രാപിക്കുവാൻ തക്കവണ്ണം ഈ യോനാഥാൻ ഈ ദാവീദിനോട് ചില കാര്യങ്ങൾ അറിയിക്കുകയത്രേ. Jonathan was a friend of David. As a friend, he went to encourage his friend. യോനാഥാൻ തന്റെ സുഹൃത്തായ ദാവീദിനെ സുഹൃത്തെന്നുള്ള നിലയിൽ ശക്തീകരിക്കുകയാണ്, ബലപ്പെടുത്തുകയാണ്, ധൈര്യപ്പെടുത്തുകയാണ്. Everything Jonathan told David didn't come true. He was not second to David when he became king. യോനാഥാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും യാഥാർത്ഥ്യമായി തീരുന്നില്ല എന്ന് നാം കാണുന്നു. But something Jonathan told David was a reminder of what God told Samuel long time ago. ശമൂവേലിനോട് ദൈവം വളരെ നാളുകൾക്ക് മുൻപ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ യോനാഥാൻ ദാവീദിനെയും ഓർമ്മിപ്പിക്കുന്നത്. You will be king over Israel. നീ ഇസ്രായേലിന്റെ രാജാവാകും എന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തൽ യോനാഥാൻ ഇവിടെ നിർവഹിക്കുന്നു. Being reminded of what God told long time ago was enough for him to find strength in God. വളരെ നാളുകൾക്ക് മുൻപ് ദൈവം പറഞ്ഞതായി ഈ കാര്യങ്ങൾ ഈ ദൈവത്തിന്റെ അത്യന്ത ശക്തി ലഭിക്കുവാൻ തക്കവണ്ണം അവനെ ഓർമ്മിപ്പിച്ചിരുന്നു. അത് അവന് മതിയായിരുന്നു. God's word always strengthens. ദൈവത്തിന്റെ വചനം നമ്മെ നിരന്തരം ശക്തീകരിക്കുന്നത് അത്രേ. Every situation God strengthens us through His scriptures. നമ്മുടെ ജീവിതത്തിന്റെ ചെറുതും വലുതുമായ സാഹചര്യങ്ങളിൽ ദൈവവചനത്തിലൂടെ അവൻ നമ്മെ ധൈര്യപ്പെടുത്തുന്നു, ശക്തീകരിക്കുന്നു. It empowers us to follow Him. അവനെ അനുഗമിപ്പാൻ തക്കവണ്ണം നമ്മെ ശക്തീകരിക്കുന്നു, ബലപ്പെടുത്തുന്നു. Only one condition to receiving strength, that is in the heart, He must be Lord. അവിടെ ഒരു ഉപാധി മാത്രമേ ഉള്ളൂ. ഈ ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്കും മനസ്സുകളിലേക്കും നാം പരിപൂർണമായി സ്വീകരിക്കണം എന്നുള്ളത്. He is searching for people whom He wants to strengthen. അവൻ ഈ ലോകത്തിൽ നമ്മുടെ ദൈവം അന്വേഷിക്കുകയാണ് ഈ ജനത്തെ ശക്തിപ്പെടുത്തുവാൻ. അതിനുവേണ്ടി വലിയ അന്വേഷണത്തിലായിരിക്കും നമ്മുടെ ദൈവം. He strengthens those hearts are fully committed to Him. ദൈവത്തിൽ പരിപൂർണമായി സമർപ്പിച്ചിട്ടുള്ള ആളുകളിൽ ആ ദൈവത്തിന്റെ ശക്തിയുടെ ആത്മാവിനെ അവൻ പകരും, അവരെ ശക്തീകരിക്കും. For that, the Lord Jesus Christ must be not only our Savior, also our Lord. നമ്മുടെ കർത്താവ് നമ്മുടെ രക്ഷകനായി തീരുക മാത്രമല്ല, അവൻ നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുന്നവനും കർത്താവുമായി തീരണം. Lord means Lord of every aspect of our life. നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളുടെയും കർത്തൃത്വം നടത്തുന്നവനെന്നാണ് കർത്താവ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. Spiritual life, നമ്മുടെ ആത്മീയമായ ജീവിതം, home life, നമ്മുടെ ഭവനത്തിലെ ജീവിതം, social life, നമ്മുടെ സാമൂഹിക ജീവിതം, official life, നമ്മുടെ ഔദ്യോഗിക ജീവിതം, everything. എവിടെ എല്ലായിടത്തും He must be Lord. അവൻ നമ്മുടെ കർത്താവായിരിക്കണം. അവിടെ എല്ലാം അവൻ കർത്തൃത്വം നടത്തുന്നവനായിരിക്കണം. We can't be Lord of our lives. നമുക്കൊരിക്കലും നമ്മുടെ ജീവിതത്തിന്റെ കർത്താവായിരിക്കാൻ കഴിയില്ല. He must be Lord.
തീർച്ചയായും അവൻ നമ്മുടെ കർത്താവായിരിക്കണം. We are crucified with Christ. I no longer live, Paul says. പൗലോസ് പറയുന്നത് പോലെ ഇനി മുതൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവിന് വേണ്ടിയാകുന്നു ഞാൻ ജീവിക്കുന്നത്. കാരണം നാം അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. But Christ lives in me. അതുകൊണ്ട് ഞാൻ അവൻ ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. When he lives in us, there's no place for sin. We should not continue in sin. നമ്മുടെ കർത്താവ് നമ്മിൽ ജീവിക്കുമ്പോൾ പാപത്തിന് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമില്ല. പിന്നീട് നാം ജീവിക്കുന്നത് നമ്മുടെ കർത്താവിന് വേണ്ടിയാണ്. He is our helper in us turning from sin. നമ്മുടെ ജീവിതത്തിന്റെ പാപങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുവാൻ തക്കവണ്ണം വലിയൊരു സഹായകനാണ് നമ്മുടെ കർത്താവ്. He is not a spectator, he is a helper. അവൻ ഒരിക്കലും നമ്മുടെ ജീവിതത്തിന്റെ പാപത്തിന്റെ അവസരത്തിൽ കാഴ്ചക്കാരനായിരിക്കും ദൈവമല്ല, പിന്നെയോ നമ്മെ സഹായിച്ച് ഈ പാപത്തിൽ നിന്ന് പുറത്തു വരുത്തുവാൻ നമ്മെ ബലപ്പെടുത്തുന്നവനാണ്. മാരാമൺ കൺവെൻഷനിൽ വന്ന് എനിക്ക് ഭയങ്കര സന്തോഷം. ഇവിടെ വരുന്നത് തന്നെ ഒരു ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ തോന്നുന്നത്. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് ഇവിടെ കുട്ടികളുടെ യോഗത്തിൽ വന്ന് പങ്കെടുക്കുന്നതിനൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നു. ഇവിടെ നമുക്ക് അറിയാത്ത ആൾക്കാരെയും മീറ്റ് ചെയ്യുവാനും അവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുവാനും നമുക്ക് കൂടുതൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തുവാനും പിന്നെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ഇവിടെ നിൽക്കുമ്പോൾ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ, ഒരു നല്ലൊരു ഇറ്റ്സ് വെരി നൈസ് ടു ബി അറൗണ്ട് ഹിയർ. കാത്തിരുന്നു